ഏഷ്യൻ ടാപ്പ് ഒമാൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്കുള്ള ബസ് സർവീസുകൾ നടത്തുന്ന സിലിഗുരിയെ പരിചയപ്പെടാം. റിപ്പോർട്ടർ ഉസ്മാൻ മൗർ. ഇന്ത്യയുടെ ഏറ്റവും ഒരുപാട് രാജ്യങ്ങളുടെ അതിര് പങ്കിടുന്ന സിലിഗുരി ബസ് സ്റ്റേഷനാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്കുള്ള ബസ്സുകൾ പോകുന്നൊരു ബസ് സ്റ്റാൻഡും കൂടിയായിരിക്കും ഒരു പക്ഷേ ഇത്. ഇവിടുന്ന് ബംഗാളിലേക്ക്, ഭൂട്ടാനിലേക്ക്, ചൈനയിലേക്ക്, നേപ്പാളിലേക്ക് ഒക്കെ ഇവിടുന്ന് ബസ്സുണ്ട്. പിന്നെ 5 രാജ്യങ്ങളുടെ അതിര് പങ്കിടുന്ന പ്രദേശമാണ് ഇവിടെ. ബംഗാളിലെ 5 രാജ്യങ്ങളെ അതിര് പങ്കിടുന്ന സിലിഗുരി എന്ന പ്രദേശമാണിത്. ഇവിടുന്ന് ഏറ്റവും രസകരമായ സംഗതി, ഈ ജംഗ്ഷനിൽ നിന്ന് ചൈനയിലേക്ക് ബസ്സുണ്ട്, സിക്കിമിലേക്ക് ബസ്സുണ്ട്, ഭൂട്ടാനിലേക്ക് ബസ്സുണ്ട്, ബംഗാളിലേക്ക് ബസ്സുണ്ട്, നേപ്പാളിലേക്ക് ബസ്സുണ്ട്. ഇവിടുന്ന് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഡാർജിലിംഗിലേക്കും ഗാങ്ടോക്കിലേക്കും ഒക്കെ 5 രാജ്യങ്ങളിലേക്ക് ഈ ജംഗ്ഷനിൽ ബസ്സുണ്ട്. ഇത് സംഗമ ഭൂമിയാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഗതാഗത ഭൂപടത്തിൽ പുതുമയായി മാറിയിരിക്കുന്നു പശ്ചിമ ബംഗാളിലെ കൊച്ചു നഗരമായ സിലിഗുരി. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് 5 രാജ്യങ്ങളിലേക്കായി ബസ് സർവീസുകൾ നടത്തുന്ന ഏക കേന്ദ്രമായി ഈ നഗരം ശ്രദ്ധേയമാകുന്നു. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്കായി ഒരൊറ്റ ടെർമിനൽ ഒരുക്കിയതോടെ പ്രദേശത്തിന്റെ ഗതാഗത സംവിധാനങ്ങൾക്ക് വലിയൊരു വളർച്ചയാണ് ലഭിച്ചിരിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ അന്താരാഷ്ട്ര ബസ് ടെർമിനലിൽ യാത്രാ വിവര കേന്ദ്രം, വിശാലമായ കാത്തിരിപ്പ് മുറികൾ, ഭക്ഷണ സൗകര്യങ്ങൾ, ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. പദ്ധതി ആരംഭിച്ചതോടൊപ്പം തന്നെ സർവീസുകളും സജീവമായി പ്രവർത്തനം ആരംഭിച്ചു. ഇതിനകം തന്നെ നിരവധി ബസ്സുകൾ ഇന്ത്യയിൽ നിന്നും നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവിടങ്ങളിലേക്കായി സ്ഥിരം സർവീസുകൾ നടത്തിവരുന്നു. ഗതാഗത വികസനത്തിനൊപ്പം വിനോദസഞ്ചാരവും വ്യാപാരവും വളരാൻ പുതിയ അന്താരാഷ്ട്ര ബസ് സ്റ്റാൻഡ് നിർണായകമായേക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി.